ഹായ് വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ഒരു വ്യൂ, അത് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. സോ ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി 5 മിനിറ്റ്സ് ചാർട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീക്കിലെ വ്യൂ വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി ബിഗർ പിക്ചറിൽ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ഓവറോൾ മാർക്കറ്റിന്റെ കറന്റ് സിനാരിയോ, കറന്റ് മാർക്കറ്റ് എവിടെയാണുള്ളത് ചെക്ക് ചെയ്യാം. കറന്റ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, കറന്റ് ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന പ്രൈസ് ടച്ച് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഏരിയ. പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയയാണ്. ആ ഒരു ഏരിയയിലാണ് കറന്റ് മാർക്കറ്റ് ഉള്ളത്. അതായത് ഏകദേശം ഈ ഒരു 53,350 ഒരു പ്രീവിയസ് ഹൈ ഓൾമോസ്റ്റ് ബ്രേക്ക്, കുറച്ച് ബ്രേക്ക്, ഒരു ചെറിയൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ വന്ന് അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്ത് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ലെവലിലാണ് കറന്റ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഓൾ ടൈം നിയർലി ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഭയങ്കര കുറവാണ്. മേ ബി എന്താകാം, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ നടന്നിട്ട് പിന്നെ ഇവിടെ ഇത്രയും ഒരു റാലി, അതായത് കഴിഞ്ഞ ഒരു 1 വീക്സിൽ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഒരു 50,500 നിന്ന് ഏകദേശം ഒരു 53,500 അടുത്ത് വരെ ഏകദേശം 3000 പോയിന്റ് റാലി കഴിഞ്ഞ 2-3 വീക്സ് കൊണ്ട് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ചെറിയ കറക്ഷനെങ്കിലും ഈ ഓൾ ടൈം ഹൈ എത്തുന്ന സമയത്ത് മാർക്കറ്റ് തരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, മേ ബി ചിലപ്പോൾ ഇതൊന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കറക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരുന്ന വീക്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ സെല്ലിംഗിൽ എടുക്കാൻ പറ്റിയ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൾ സ്പ്രെഡ് ചെയ്യും. അതായത് ഈ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 500 പോയിന്റ് ഔട്ട് ഓഫ് ദി മണി പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അതിനുശേഷം ആ ഒരു നേക്കഡ് ആയിട്ട് സെല്ല് ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ട് തന്നെ ആ റിസ്കി പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ട് ഒരു കോൺട്രാക്ട് ബൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ഒരു ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കറന്റിലുള്ള ഒരു പൊസിഷൻസ് ഒന്ന് എടുത്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കറന്റ്ലി പ്രൈസ് ഉള്ളത് ഇപ്പോൾ 53,200-300 ലെവലിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു 53,600-700, 53,700, ഒരു 500 പോയിന്റ് മുകളിൽ 53,700 ഒരു കോൺട്രാക്ട് ഞാൻ ഒരു ലോട്ട് സെല് ചെയ്ത് കൊടുക്കാം. 134 രൂപ പ്രീമിയം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നേക്കഡ് ആയിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈ റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസിന് പകരമായിട്ട് നമ്മളൊരു അതിനൊരു ഹാഫ് എമൗണ്ട് ഒക്കെ വരുന്ന ഒരു 70 രൂപ അല്ലെങ്കിൽ ഒരു 57 രൂപ ഒക്കെ വരുന്ന ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ, അതായത് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് 1000 രൂപയാണ്. പക്ഷെ റിസ്ക് ഒരു 4,800, റിസ്ക് കുറച്ച് കൂടുതലാണ്. പക്ഷെ എങ്കിലും ഒരു ബ്രേക്ക് 53,776, 53,776 വരെ നമുക്ക് എന്താണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ബ്രേക്ക് ആൻഡ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 75% ഉണ്ട്. അപ്പൊ ഇതൊരു സേഫ് എന്ന് പറയാൻ പറ്റില്ല, റിസ്ക് കൂടുതലാണ് കുറച്ച്, പക്ഷെ എങ്കിലും വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് ഭയങ്കര കൂടുതലാകും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇതിനെ മൾട്ടിപ്പിൾ ലോട്ട്സിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുതിയ ട്രേഡ്സ് ഒക്കെ ആഡ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസ്ക് കംപ്ലീറ്റ്ലി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു അയൺ ഫ്ലൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി, അതായത് നമ്മൾ ഒരു അറ്റ് ദ മണിയിൽ ഒരു സ്ട്രാറ്റജി കൊടുത്തിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ എടുത്ത് കഴിഞ്ഞാൽ കറന്റ് പ്രൈസ് ഉള്ളത് 53,200, 53,000, 53,100 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു അറ്റ് ദ മണിയിലുള്ള ഒരു ലോട്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോട്ട് ഒരു സ്ട്രാറ്റജിൽ നമ്മൾ കൊടുക്കുന്നത് അറ്റ് ദ മണി കോൾ പുട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ബ്രേക്ക് ആൻഡ് പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ റിസ്ക് വരുന്നതുകൊണ്ട് നമുക്ക് ആ ബ്രേക്ക് ആൻഡ് പോയിന്റിൽ ഒരു ബൈ ലെഗും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയത് 52,430 അല്ലെങ്കിൽ 53,760. ഇതിന്റെ അടുത്ത് വരുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രീമിയം ഏകദേശം ഒരു 100 രൂപ പ്രീമിയം വരുന്ന ആ ഒരു ലെവലിൽ വരുന്ന, അല്ലെങ്കിൽ 100 രൂപ ഒരു ബൈ ലെഗ് നമുക്ക് എന്ത് ചെയ്യാം, കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്തായിരിക്കും, നമ്മൾ ആ ഒരു ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്തിടപെടാണ്ട് ഈ രീതിയിലായിരിക്കും വരുന്നത്. അതായത് ഇവിടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് 6,700 മാക്സിമം ലോസ് വരുന്നത് നമുക്ക് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 3,000 സംതിങ്ങും, ഡൗണിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 2,000. അപ്പോൾ ഇത് കുറച്ചുകൂടെ സേഫർ ആയിട്ടുള്ള ഒരു ട്രേഡ് ആണ്. പക്ഷെ ഇത് ബ്രേക്ക് ആൻഡ് പോയിന്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ വിന്നിംഗ് പ്രോബിലിറ്റി നമുക്ക് അവിടെ 33% വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഈ ഒരു ബ്രേക്ക് ആൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 52,652, 53,540 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ആണ്. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇത് വിന്നിംഗ് പ്രോബിലിറ്റി വളരെ കുറവാണ്, കാരണം ബ്രേക്ക് ആൻഡ് പോയിന്റ് വളരെ അടുത്താണ്.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു ചെറിയ കറക്ഷൻ, അതുകൊണ്ട് തന്നെ ഞാനൊരു കോൾ സ്പ്രെഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മളൊരു മാർക്കറ്റ് വ്യൂവിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള സ്ട്രാറ്റജികൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീക്കിലെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.